സമാധാനപരമായ ജീവിതം പരിശീലിക്കുക. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടിയിരിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 9 ദൈവിക സമാധാനത്തിൻ്റെ നിലനിൽക്കുന്ന സാന്നിധ്യത്തിൽ ജീവിക്കുവാനുള്ള ഒരു പ്രധാന താക്കോൽ വാക്യമാണ് ഈ ഭാഗം. നാം വിശ്വസിക്കുന്നതിൽ മാത്രമല്ല, നാം പ്രാവർത്തികമാക്കുന്നതിലും ശ്രദ്ധാലുക്കളായിരിക്കണം. താൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഓർമ്മിക്കുവാൻ മാത്രമല്ല, അവ ചെയ്യുവാനും പൗലോസ് ഫിലിപ്പിയ സഭയെ പ്രോത്സാഹിപ്പിക്കുന്നു. ശരിയായ ചിന്ത ശരിയായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു. പൗലോസ് 4 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്: പഠിച്ചത്, സ്വീകരിച്ചത്, കേട്ടത്, കണ്ടത്. ഇത് പഠിപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ശിഷ്യത്വത്തെക്കുറിച്ച്, ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. വാക്കുകളിലൂടെ അറിയിക്കപ്പെടുകയും ജീവിത ശൈലിയിലൂടെ കാണിക്കുകയും ചെയ്യുന്ന സത്യം. ക്രിസ്തീയ ജീവിതം എന്നത് ഉപദേശം മനസ്സിലാക്കുക മാത്രമല്ല, അത് ദിനംപ്രതി സത്യസന്ധതയോടും താഴ്മയോടും അനുസരണത്തോടും കൂടി ജീവിക്കുക എന്നതാണ്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 7 ദൈവത്തിൻ്റെ സമാധാനം എന്നതിലുപരി സമാധാനത്തിൻ്റെ ദൈവം തന്നെ അനുസരിക്കുന്നവരോടൊപ്പം നടക്കും. ബാഹ്യമായ പ്രശ്നങ്ങൾക്കുമിടയിൽ ആന്തരികമായ ശാന്തത നൽകുന്ന വ്യക്തിപരവും തുടർച്ചയായ കൂട്ടായ്മയുമാണ് ഇത് കാണിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1 അധ്യായം 22 എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിപ്പിൻ. യഥാർത്ഥ സമാധാനം സത്യത്തെ വെറുതെ പ്രശംസിക്കുന്നതിൽ നിന്നല്ല, മറിച്ച് പ്രായോഗികമായ ജീവിതത്തിൽ നിന്നും അത് ഒഴുകണം. സമാധാനം ആകസ്മികമല്ല, അത് ദൈനംദിന അനുസരണത്തിലൂടെ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. വാക്കിലും പ്രവൃത്തിയിലും നാം ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ദൈവിക സ്വഭാവം നാം പ്രതിഫലിപ്പിക്കുക മാത്രമല്ല, ദൈവിക സാന്നിധ്യത്തെ നാം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. യേശുവിൽ വസിച്ച് ദൈവ സമാധാനത്തിൽ നമുക്ക് നിലനിൽക്കാം. ഗോഡ് ബ്ലസ് യു.